ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹസ്തരേഖാശാസ്ത്രത്തിലെ മൂന്നാമത്തെ രേഖയായ ബുധരേഖയെക്കുറിച്ചാണ്. ഈ രേഖ കങ്കണരേഖയിൽ നിന്നും തുടങ്ങി ബുധമണ്ഡലത്തിൽ അവസാനിക്കുന്നു. ഈ രേഖ ആരോഗ്യനിലയെ കുറിക്കുന്നത് കാരണം ഈ രേഖയെ ആരോഗ്യരേഖ എന്നും പറയുന്നു. ഈ രേഖ ചിലരുടെ കയ്യിൽ കങ്കണ രേഖയിൽ തുടങ്ങുകയും ചിലർക്ക് ശുക്രമണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയും മറ്റു ചിലർക്ക് ആയുസ് രേഖയോട് ചേർന്നു കാണുന്നു. ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് ബുദ്ധിമേഖലയെ കടന്ന് ഹൃദയരേഖയ്ക്ക് താഴെയായി വന്നവസാനിക്കുകയാണെങ്കിൽ അത്യാഗ്രഹികളും മന്ദബുദ്ധികളും സ്വയം പരിശ്രമിച്ച് മുന്നേറാത്തവരുമായിരിക്കും. കങ്കണരേഖയ്ക്ക് മുകളിലായി തുടങ്ങി 2 ശാഖകളായി പിരിഞ്ഞ് 2 ശാഖയും ബുദ്ധിരേഖ വരെ പോകുകയാണെങ്കിൽ വളരെ പ്രതാപശാലിയും ദൈവവിശ്വാസിയുമായിരിക്കും. ആരോഗ്യരേഖയിൽ 2 ശാഖകൾ നല്ലപോലെ തെളിഞ്ഞു കാണുകയാണെങ്കിൽ നല്ല തൊഴിൽ കയറ്റവും ധനലാഭവും പ്രതാപവും ഉണ്ടാകും. ആരോഗ്യരേഖയിൽ എവിടെയെങ്കിലും നക്ഷത്രചിഹ്നം പ്രത്യേകിച്ച് സ്ത്രീകളുടെ കയ്യിൽ കാണുകയാണെങ്കിൽ അസമയത്ത് അവർക്ക് ഗർഭഛിദ്രം, പുത്രശോകം എന്നിവ ഉണ്ടാകും. ആരോഗ്യരേഖയിൽ ദീപചിഹ്നവും ധനരേഖയിൽ ശാഖകളും ഉണ്ടായിരുന്നാൽ ഇവർക്ക് ധനവും പ്രതാപവും നഷ്ടപ്പെടും. ആരോഗ്യരേഖയുടെ ആദ്യം തന്നെ ദീപചിഹ്നം ഉണ്ടായിരുന്നാൽ ഉറക്കക്കുറവും ബുദ്ധിമാന്ദ്യവും സംഭവിക്കും. ആരോഗ്യരേഖ പല സ്ഥലങ്ങളിൽ മുറിഞ്ഞിരുന്നാൽ ആ കാലഘട്ടങ്ങളിൽ ധനനഷ്ടവും ശാരീരിക ബലഹീനതയും സംഭവിക്കും. അടുത്തതായി പറയുന്നത് സൂര്യരേഖയെക്കുറിച്ചാണ്. കങ്കണരേഖ അഥവാ കണങ്കൈ രേഖ ഇതിൽ നിന്നും ആരംഭിച്ച് സൂര്യമണ്ഡലത്തിൽ അവസാനിക്കുന്നതായതുകൊണ്ട് ഈ രേഖയ്ക്ക് സൂര്യരേഖ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ചയെയും ജനസമിതിയെയും ധനലാഭത്തെയും എടുത്തു പറയുന്ന രേഖയാണ് ഇത്. സൂര്യരേഖ ചൊവ്വാമണ്ഡലത്തിൽ നിന്നും ആരംഭിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങൾക്കും പുറമെ ലക്ഷാധിപതിയായിരിക്കുകയും ചെയ്യും. കണങ്കൈ രേഖയ്ക്ക് ബുദ്ധിരേഖയ്ക്കും ഇടയ്ക്കാണ് ഈ രേഖ ആരംഭിക്കുന്നതെങ്കിൽ ആ കാലം എത്തുമ്പോൾ പ്രതാപശിഖരത്തിൽ ഈ വ്യക്തി എത്തിച്ചേരും. ബുദ്ധിരേഖയ്ക്ക് മുകളിൽ സൂര്യരേഖ തുടങ്ങുകയാണെങ്കിൽ 35 വയസ്സിന് മുകളിൽ ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും. സൂര്യരേഖയിൽ ദീപചിഹ്നങ്ങൾ, വെട്ടുകൾ, ചങ്ങല, അടയാളങ്ങൾ എന്നിവ കണ്ടാൽ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലാ കോണുകളിലും പരാജയം നേരിടും. നല്ല തെളിച്ചമുള്ള സൂര്യരേഖയും നീണ്ട മോതിരവിരലും നേരെ പോകുന്ന ബുദ്ധിരേഖയും ഉള്ള ആളാണെങ്കിൽ ആ വ്യക്തി ആവശ്യത്തിലധികം ധനം സമ്പാദിക്കും. കൈപ്പത്തിയുടെ മധ്യത്തിൽ നേരെയുണ്ടാകുന്ന സൂര്യരേഖയോടൊപ്പം തന്നെ നക്ഷത്രക്കുറിയും ഉണ്ടായിരുന്നാൽ എല്ലാവരും പുകഴ്ത്തുന്ന വ്യക്തിയായി തീരും. ശുക്രമണ്ഡലത്തിൽ നിന്ന് തുടങ്ങുകയും യാതൊരു കുഴപ്പവും ഇല്ലാതെ നേരെ സൂര്യമണ്ഡലത്തിലേക്ക് എത്തിച്ചേരുകയുമാണെങ്കിൽ ഏത് കൊടുക്കൽ വാങ്ങലിലും ലാഭം ലഭിക്കും. തെളിഞ്ഞ സൂര്യരേഖ ഹൃദയരേഖയോട് ചേരുകയും അവിടെ ഏതെങ്കിലും വട്ടച്ചിഹ്നമോ ത്രികോണാടയാളങ്ങളോ ഉണ്ടായിരുന്നാൽ ആ വ്യക്തിക്ക് നേത്രസംബന്ധമായ വലിയ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.